എല്ലാവർക്കും ജാസ്മിൻസ് ഹോം വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെൽക്കം ഡ്രിങ്കുമായിട്ടാണ്. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3 വലിയ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ജ്യൂസായിട്ട് കഴിക്കാനാണെങ്കിൽ ഇതിലേക്കിനി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ഇതോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഡ്രിങ്കായിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പേ ഇതിലേക്ക് ഒരു ഏലക്ക നന്നായിട്ട് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളവും പഞ്ചസാരവും ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതൊന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാം. ഞാനിതിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് മുമ്പേ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്